അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോണത് വാട്ട് ഈസ് ഹോയിസ്റ്റിംഗ് ഹോയിസ്റ്റിംഗ് എന്താണെന്നാണ് നോക്കണം. പിന്നെ എക്സാമ്പിൾ പ്രൊവൈഡ് ആൻ എക്സാമ്പിൾ. അപ്പൊ എന്താണ് ഹോയിസ്റ്റിംഗ്, അതിന്റെ ഒരു എക്സാമ്പിളും ആണ് ചോദിച്ചേക്കണേ. അപ്പൊ ഹോയിസ്റ്റിംഗ് എന്ന് പറയുന്നത് വേരിയബിൾസ് ആൻഡ് ഫങ്ഷൻ ഡിക്ലറേഷൻ ഓഫ് മൂഡ് ഓഫ് ഹോയിസ്റ്റഡ് ടു ദ ടോപ്പ് ഓഫ് ദ ബിഫോർ ദ എക്സിക്യൂഷൻ. നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണേന് മുമ്പ് തന്നെ നമ്മളുടെ വേരിയബിൾസിനും ഫങ്ഷൻ ഡിക്ലറേഷനും എന്ന് പറയുന്നത് നമ്മുടെ കോഡ് റൺ ചെയ്യണേന് മുമ്പ് തന്നെ എന്താണ് ടോപ്പ്, അതായത് ഏറ്റവും മുകളിലായിട്ട് മുകളിലേക്ക് മൂവ് ചെയ്യുന്നു. അതിന്റെ ടോപ്പ് ഓഫ് ദ സ്കോപ്പ്, ഏറ്റവും മുകളിലേക്ക് അതിനെ മൂവ് ചെയ്യുന്നു. എല്ലാ ഫങ്ഷൻ ഡിക്ലറേഷനെയും എല്ലാ വേരിയബിൾ ഡിക്ലറേഷനും എല്ലാം ടോപ്പ് ഓഫ് ദ സ്കോപ്പ്, ടോപ്പിലേക്ക് മൂവ് ചെയ്യുന്നു, അതായത് റണ്ണ് ചെയ്യണേന് മുമ്പ്. അതിനെയാണ് നമ്മൾ ഹോയിസ്റ്റിംഗ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഹോയിസ്റ്റിംഗ് refers to the behavior where JavaScript moves the declaration of variables, functions and classes to the top of the scope during the compilation phase. അതായത് കോഡ് റൺ ചെയ്യുന്നതിന്റെ ടൈമിൽ അല്ലെങ്കിൽ കമ്പൈൽ ചെയ്യുന്ന സമയത്ത് ഈ വേരിയബിൾസിന്റെയും ഫങ്ഷൻസിന്റെയും പിന്നെ ഒക്കെ ഡിക്ലറേഷൻ എന്ന് പറയുന്നത് ഏറ്റവും മുകളിലേക്ക് മൂവ് ചെയ്യുന്നു. അതാണ് ഹോയിസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഹോയിസ്റ്റിംഗ് ഈസ് ഓഫ് ടു ടൈപ്സ്, വേരിയബിൾ ഹോയിസ്റ്റിംഗ് ആൻഡ് ഫങ്ഷൻ ഹോയിസ്റ്റിംഗ്. വേരിയബിൾ രണ്ട് ടൈപ്പ് ഹോയിസ്റ്റിംഗ് ആണുള്ളത്, വേരിയബിൾ ഹോയിസ്റ്റിംഗ് ആൻഡ് ഫങ്ഷൻ ഹോയിസ്റ്റിംഗ്. അപ്പൊ വേരിയബിൾ ഹോയിസ്റ്റിംഗ് എന്ന് പറയുന്നത് ജാവാസ്ക്രിപ്റ്റ് മൂവ്സ് വേരിയബിൾ ഡിക്ലറേഷൻ ടു ദ ടോപ്പ് ഓഫ് ദ സ്കോപ്പ് ബിഫോർ എക്സിക്യൂട്ടിംഗ് കോഡ്. അപ്പൊ വേരിയബിൾ ഹോയിസ്റ്റിംഗ് ഉണ്ട്, ഫങ്ഷൻ ഹോയിസ്റ്റിംഗ് ഉണ്ട്. വേരിയബിൾ ഹോയിസ്റ്റിംഗ് എന്ന് പറയുന്നത് വേരിയബിൾ ഡിക്ലറേഷനെ എന്താണ് അതിന്റെ വാല്യൂസിന് എടുക്കുന്നില്ല, വേരിയബിൾ ഡിക്ലറേഷനെ മാത്രമായിട്ട് എന്താണ് ടോപ്പിലേക്ക് മൂവ് ചെയ്യുന്നു, ടോപ്പ് ഓഫ് ദ സ്കോപ്പ് ബിഫോർ എക്സിക്യൂട്ടിംഗ് കോഡ്. അതായത് കോഡ് എക്സിക്യൂട്ട് ചെയ്യണതിന് മുമ്പ് തന്നെ വേരിയബിളിന്റെ ഡിക്ലറേഷൻ എന്താണ് മേളിലേക്ക് മൂവ് ചെയ്യുന്നു. അതാണ് വേരിയബിൾ ഹോയിസ്റ്റിംഗ് എന്ന് പറയുന്നത്. കൺസോൾ ഡോട്ട് ലോഗ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയബിൾ ഡിക്ലറേഷൻ ടു ദ ടോപ്പ് ഓഫ് ദ സ്കോപ്പ് ബിഫോർ എക്സിക്യൂട്ടിംഗ് കോഡ്. കോഡ് എക്സിക്യൂട്ട് ചെയ്യണതിന് മുമ്പ് തന്നെ വേരിയബിൾ ഡിക്ലറേഷനെ ഏറ്റവും മുകളിലേക്ക് മൂവ് ചെയ്യുന്നു. അതാണ് വേരിയബിൾ ഹോയിസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ കൺസോൾ ഡോട്ട് ലോഗ് എ var a is equal to 5, var a is equal to 5. അപ്പൊ ഇതിനകത്ത് കൺസോൾ ഡോട്ട് ലോഗ് എ var കീവേഡ് വിൽ ഗീവ് അൺഡിഫൈൻഡ് ആസ് ഔട്ട്പുട്ട്. കാരണം എന്താ, കാരണം കൺസോൾ ഡോട്ട് ലോഗ് ബി, കൺസോൾ ഡോട്ട് ലോഗ് സി എന്ന് വന്നിട്ട് എഴുതുന്നു. ലെറ്റ് ബി is equal to 5, ലെറ്റ് സി is equal to 10. വിൽ ത്രോ റെഫറൻസ് എറർ. അപ്പൊ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വേരിയബിൾസിന്റെ ഇതിനകത്ത് വാല്യൂസ് ഈ വാർ എന്ന് പറഞ്ഞ വാർ എ is equal to 5, ഇതിനകത്ത് വാർ എ എന്ന് പറയുന്നത് നമ്മളുടെ ടോപ്പിലേക്ക് ഏറ്റവും ടോപ്പിലേക്ക് മൂവ് ചെയ്യുന്നു. മൂവ് ചെയ്യുമ്പോഴത്തേക്കും ഡിഫോൾട്ട് ആയിട്ട് വാർ എന്ന് പറഞ്ഞ ഇത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും, വാർ കീവേഡ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും എന്താണ് ഡിഫോൾട്ട് ആയിട്ട് അൺഡിഫൈൻഡ് എന്ന് പറഞ്ഞ വാല്യൂ ആയിരിക്കും കൊടുക്കുന്നത്, ഡിഫോൾട്ട് ആയിട്ട് വരുന്നത്. ശരിക്കും അപ്പൊ അതിനെ പ്രിന്റ് ചെയ്യുമ്പോൾ ആദ്യമേ ഇത് ഡിക്ലെയർ ചെയ്യണതിന് മുമ്പ് തന്നെ, ഇനിഷ്യലൈസ് ചെയ്തതിന് മുമ്പ് തന്നെ ഇതിനെ നമ്മൾ എന്താണ് കൺസോളിൽ പ്രിന്റ് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും ഡിഫോൾട്ട് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. ഈ കൺസോൾ ഡോട്ട് ലോഗ് ബി, കൺസോൾ ഡോട്ട് ലോഗ് സി, ഇതിനകത്ത് കൺസോൾ ഡോട്ട് ലോഗ് ബിന്റെ വാല്യൂ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടില്ല, സിന്റെ വാല്യൂ ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബിന്റെയും വാല്യൂ നമ്മൾ ഈ ലെറ്റ് ബി ഈസ്ക്വൽ ടു 5, ലെറ്റ് സി ഈസ്ക്വൽ ടു 10 എന്ന് പറയുന്നത് റെഫറൻസ് എറർ ആണ് തരുന്നത്. കാരണം എന്നാന്ന് വെച്ചാൽ ഈ വേരിയബിൾ ഡിക്ലറേഷൻ ടോപ്പിലേക്ക് പോയാലും ഇതിന്റെ വാല്യൂ ലെറ്റ് കീവേഡ്, കോൺസ്റ്റ് കീവേഡ് അങ്ങനത്തെ ഒക്കെ കീവേഡ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും എന്താണ് സംഭവിക്കുക, അതിന്റെ വേരിയബിൾ ഡിക്ലറേഷൻ ടോപ്പിലേക്ക് പോകും. പക്ഷെ ഡിഫോൾട്ട് ആയിട്ടുള്ള വാല്യൂ, ഈ വാല്യൂ ഒന്നും അസൈൻ ചെയ്യുന്നില്ല ടോപ്പിലേക്ക് പോകും, ജസ്റ്റ് വേരിയബിൾ ഡിക്ലറേഷൻ. അപ്പൊ നമ്മൾ ഇത് വാല്യൂസ് ഡിഫൈൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അതിനെ
പ്രിന്റ് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ ആ വാല്യൂ എന്താണ്, ഇതിനകത്ത് ഡിഫോൾട്ട് വാല്യൂ ഇല്ല. അപ്പൊ നമുക്ക് എന്താണ്, ബിനകത്ത് വാല്യൂ ഇല്ലാത്ത കാരണം നമുക്ക് റെഫറൻസ് എറർ കിട്ടും. വിൽ ത്രോ റെഫറൻസ് എറർ. അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കുവാണെങ്കിൽ TDZ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറൽ ഡെഡ് സോൺ എന്നാണ് പറയുന്നത്. ടെമ്പറൽ ഡെഡ് സോൺ, ദ ടൈം ബിറ്റ്വീൻ ദ സ്റ്റാർട്ട് ഓഫ് ദി സ്കോപ്പ്, നമ്മുടെ സ്കോപ്പ് സ്റ്റാർട്ട് ചെയ്യണ ടൈം തൊട്ട് ആക്ച്വൽ ഡിക്ലറേഷൻ ലെറ്റോ കോൺസ്റ്റ് ബിക്കംസ് യൂസ്ഫുൾ, ലെറ്റും കോൺസ്റ്റും യൂസബിൾ ആവുന്ന ടൈം വരെയുള്ള ഏനെയാണ് നമ്മൾ ടെമ്പറൽ ഡെഡ് സോൺ എന്ന് പറയുന്നത്. സ്കോപ്പ് സ്റ്റാർട്ട് ചെയ്യണത് തൊട്ട് ലെറ്റ് കോൺസ്റ്റും യൂസബിൾ ആവുന്ന ആ ലൈൻ വരെ, ലൈൻ ബിക്കംസ് യൂസ്ഫുൾ, ആ ലൈൻ വരെയുള്ളതിനെയാണ് നമ്മൾ TDZ എന്ന് പറഞ്ഞ ടെമ്പറൽ ഡെഡ് സോൺ എന്ന് പറയുന്നത്. ഡ്യൂറിങ് TDZ അസസിങ് ദ വേരിയബിൾ, നമ്മൾ വേരിയബിളിനെ അസസ് ചെയ്യാൻ നോക്കുമ്പോൾ റെഫറൻസ് എറർ കിട്ടും. നമുക്ക് റെഫറൻസ് എറർ കിട്ടും. എക്സാമ്പിൾ വിത്ത് വാർ കൺസോൾ ഡോട്ട് ലോഗ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഈ എയിനകത്ത് വാല്യൂനെ അസൈൻ ചെയ്തിട്ടില്ല. അപ്പൊ ബിഹൈൻഡ് ദ സീൻസ് ഇത് എന്താണ് സംഭവിക്കുക എന്ന് പറഞ്ഞു ഇതിനകത്ത്, കാരണം ഇത് വേരിയബിൾ ഡിക്ലെയർ ചെയ്തേക്കുന്ന ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അപ്പൊ ഇതിനകത്ത് എങ്ങനെയാണ് വാല്യൂ വരുന്നത്, എന്ത് വാല്യൂ ആയിരിക്കും കിട്ടുന്നത് എന്ന് നമ്മൾ ബിഹൈൻഡ് ദ സീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വാർ ഈ വാർ കീവേഡ് ഹോയിസ്റ്റ് പ്ലസ് ഇനീഷ്യലൈസ്ഡ്, അതായത് ആദ്യമേ തന്നെ ഈ വാർ കീവേഡിനെ എന്താണ് ഡിക്ലറേഷനെ ടോപ്പ് ഓഫ് ദ സ്കോപ്പ്, ടോപ്പിലേട്ട് മൂവ് ചെയ്യുന്നു. അപ്പൊ ഇത് എന്താണ് വാർ ഈസ്ക്വൽ ടു അൺഡിഫൈൻഡ്. അപ്പൊ ഈ വാല്യൂ ഒറിജിനൽ വാല്യൂവിനെ ആയിരിക്കില്ല എടുക്കുന്നത്, വാർ കീവേഡ് ആയത് കാരണം അൺഡിഫൈൻഡ് ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്യുന്നു, വാർ കീവേഡ് ആയത് കാരണം. പിന്നെ കൺസോൾ ഡോട്ട് ലോഗ് എ എന്ന് പറയുമ്പോൾ അൺഡിഫൈൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ ആയിരിക്കും. ഇതിനകത്ത് TDZ ഇല്ല, ടെമ്പറൽ ഡെഡ് സോൺ ഇല്ല. ടെമ്പറൽ ഡെഡ് സോൺ എന്ന് പറഞ്ഞാൽ സ്കോപ്പ് സ്റ്റാർട്ട് ചെയ്യണത് തൊട്ട് ആക്ച്വൽ ഡിക്ലറേഷൻ ലൈൻ വരെയുള്ള സ്കോപ്പിനെയാണ്. ഇതിനകത്ത് ലെറ്റ് കോൺസ്റ്റും എന്ന് പറയുന്നത് യൂസബിൾ ആവണത് അപ്പോഴായിരിക്കും, അതായത് സ്കോപ്പ് സ്റ്റാർട്ട് ചെയ്യണത് തൊട്ട് ലെറ്റും കോൺസ്റ്റും ഡിക്ലെയർ ചെയ്യണ വരെയുള്ള ആ ടൈമാണ് ഇത്. നമ്മൾ ആ സമയത്ത് ആ TDZനകത്ത് വേരിയബിൾ ശരിക്കും ഡിക്ലെയർ ചെയ്യുന്നത് ഡിക്ലെയർ ചെയ്യുന്ന അസസ് ചെയ്യണ വരെ എന്താണ് റെഫറൻസ് എറർ ആയിരിക്കും ഉണ്ടാവുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമ്പിൾ വിത്ത് ലെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസോൾ ഡോട്ട് ലോഗ് ബി ലെറ്റ് ബി ഈസ്ക്വൽ ടു 20. ആദ്യമേ തന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വേരിയബിൾ ഡിക്ലറേഷൻ ഫംഗ്ഷൻ, ഇപ്പൊ വേരിയബിൾ ഹോയിസ്റ്റിംഗ് ആണ് നോക്കണം. വേരിയബിൾ ഡിക്ലറേഷന് ടോപ്പ് ഓഫ് ദ സ്കോപ്പ്, ടോപ്പിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പൊ ലെറ്റ് ബി ഈസ്ക്വൽ ടു 20. അപ്പൊ വാല്യൂ നമ്മൾ കൊടുക്കുന്നില്ല, അതിന്റെ ഡിക്ലറേഷൻ മാത്രം. അപ്പൊ നമ്മൾ ലെറ്റ് ബി എന്ന് പറയുന്നത് മേളിലേക്ക് മൂവ് ചെയ്യുന്നു. ഇതിനകത്ത് ഹോയിസ്റ്റഡ് ചെയ്യുന്നില്ല, ബട്ട് നോട്ട് ഇനീഷ്യലൈസ്, ഹോയിസ്റ്റഡ് ബട്ട് നോട്ട് ഇനീഷ്യലൈസ്. ഹോയിസ്റ്റ് ചെയ്തിട്ടുണ്ട്, മുകളിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇനീഷ്യലൈസ് ചെയ്തിട്ടില്ല. TDZ ടെമ്പറൽ ഡെഡ് സോണിലാണ്, അതായത് സ്കോപ്പ് തുടങ്ങണ തൊട്ട് ആക്ച്വൽ ഡിക്ലറേഷൻ വരെ ലൈൻ ആവണ വരെയുള്ള ടൈമിനെയാണ് നമ്മൾ ടെമ്പറൽ ഡെഡ് സോൺ എന്ന് പറയുന്നത്. ലെറ്റും കോൺസ്റ്റന്റും കേസിലാണ് ഇത് വന്നത്, സ്കോപ്പിന്റെ മേളിലേട്ട്. മനസ്സിലായോ? അപ്പൊ കൺസോൾ ഡോട്ട് ലോഗ് ബി എന്ന് പറയുന്നത് ഇതിനകത്ത് ബിനകത്ത് ഈ വാർ കീവേഡ് ആണെങ്കിൽ ഡിഫോൾട്ട് ആയിട്ട് വാല്യൂ ടോപ്പിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഡിഫോൾട്ട് ആയിട്ട് വാല്യൂ കൊടുക്കും. പക്ഷെ ലെറ്റ് കീവേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഡിഫോൾട്ട് ആയിട്ടുള്ള വാല്യൂ കൊടുക്കൂല. അത് ടെമ്പറൽ ഡെഡ് സോണിലാണ്, അപ്പൊ ഡിഫോൾട്ട് വാല്യൂ കിട്ടൂല. അപ്പൊ എന്താ സംഭവിക്കുക, നമുക്ക് എന്താണ് ഒരു എറർ വരും, റെഫറൻസ് എറർ ആയിരിക്കും വരുന്നത്. ടെമ്പറൽ ഡെഡ് സോണിൽ വാല്യൂവിനെ അസസ് ചെയ്യാനായിട്ട് നോക്കുമ്പോഴത്തേക്കും എന്താണ് റെഫറൻസ് എറർ ആണ് കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് ബി ഈസ്ക്വൽ ടു 20 എന്ന് പറയുമ്പോൾ നൗ ഇത് ഇനീഷ്യലൈസ് ചെയ്തു, വാല്യൂ ഇനീഷ്യലൈസ് ചെയ്തു. അപ്പൊ എനിക്ക് TDZ ടെമ്പറൽ ഡെഡ് സോൺ എൻഡ് ചെയ്യുന്നു. അപ്പൊ എക്സാമ്പിൾ വിത്ത് കോൺസ്റ്റന്റ്, ഈ കോൺസ്റ്റന്റ് കേസിൽ നമ്മൾ നോക്കാം. കൺസോൾ ഡോട്ട് ലോഗ് സി എന്ന് പറയുന്നത് എനിക്ക് എന്താണ്, കൺസോൾ ഡോട്ട് ലോഗ് സി കോൺസ്റ്റ് സി ഈസ്ക്വൽ ടു 30 എന്ന് പറഞ്ഞ് കൊടുക്കുവാണെങ്കിൽ ആദ്യമേ തന്നെ ബിഹൈൻഡ് ദ സീൻസ് എന്താ നടക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ തന്നെ ഈ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തത് ടോപ്പിലേക്ക് മൂവ് ചെയ്യുന്നു. മൂവ് ചെയ്യുമ്പോഴത്തേക്കും കോൺസ്റ്റ് സി എന്ന് പറയുന്നത്
നമ്മൾ ടോപ്പിലേക്ക് മൂവ് ചെയ്യുന്നു. അതിനെ നമ്മൾ ഹോയിസ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇനീഷ്യലൈസ് ചെയ്തിട്ടില്ല ഇൻ ടി ഡി സെഡ്. ടെമ്പറൽ ഡെത്ത് സോണിനകത്ത് ഇനീഷ്യലൈസ് ചെയ്തിട്ടില്ല. ഹോയിസ്റ്റഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇനീഷ്യലൈസ് ചെയ്തിട്ടില്ല ഇൻ ടി ഡി സെഡ്. കൺസോൾ ഡോട്ട് ലോഗ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എററാണ്, കനോട്ട് യൂസ് ഇൻ ടി ഡി സെഡ്. അപ്പൊ നമ്മൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ റഫറൻസ് എറർ കോൺസ്റ്റ് സി ഈക്വൽ ടു 30. അപ്പൊ സിനെ മേളിലേക്ക് മൂവ് ചെയ്യുന്നു, ഹോയിസ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇനീഷ്യലൈസ് ചെയ്തിട്ടില്ല ഇൻ ടി ഡി സെഡ്. പിന്നെ കൺസോൾ ഡോട്ട് ലോഗ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇതിനകത്ത് വാല്യൂ അസൈൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പൊ എന്താണ്, റഫറൻസ് എറർ. കാരണം ടി ഡി സെഡിലാകുമ്പോൾ വാല്യൂ ഉണ്ടാവില്ല, അപ്പൊ റഫറൻസ് എറർ കിട്ടും. അത് കഴിഞ്ഞിട്ട് സി ഈക്വൽ ടു 30 ടി ഡി സെഡ് എൻഡ് ചെയ്യും. അപ്പൊ ഇതിനകത്ത് ഇനീഷ്യലൈസ് ചെയ്തു, വാല്യൂ അസൈൻ ചെയ്തു, അപ്പൊ എറർ ഇതായി. അപ്പൊ ഇതാണ് ആ ടി ഡി സെഡ് എൻഡ് ചെയ്തു, വാല്യൂ ഇനീഷ്യലൈസ് ചെയ്തു. അതാണ് നമ്മള് ലെറ്റും വാറും ഈ ടെമ്പറൽ ഡെത്ത് സോൺ എന്ന് പറയുന്നത്. ടെമ്പറൽ ഡെത്ത് സോണിനകത്ത് വാർ എന്ന് പറയുന്നതിനകത്ത് നമ്മൾ ഹോയിസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് ഇനീഷ്യലൈസും കൂടി ചെയ്യും. ഹോയിസ്റ്റ് ചെയ്യുമ്പോൾ ടോപ്പിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അതിനെ ഡിഫോൾട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ അൺഡിഫൈൻഡ് എന്ന് പറഞ്ഞ വാല്യൂ വെച്ചിട്ട് ഇനീഷ്യലൈസ് ചെയ്യും. ലെറ്റ് ആൻഡ് കോൺസ്റ്റ് എന്ന് പറഞ്ഞാൽ ടെമ്പറൽ ഡെത്ത് സോണിലായിരിക്കും. ബിഫോർ ഇനീഷ്യലൈസേഷൻ അതിനെ നമ്മൾ റെഫർ ചെയ്യാനായിട്ട്, അതിനെ നമ്മൾ പ്രിന്റ് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ റെഫറൻസ് എറർ നമുക്ക് കിട്ടും. കാരണം അതിനകത്ത് ഡിഫോൾട്ട് വാല്യൂ, അതായത് ഹോയിസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഡിഫോൾട്ട് വാല്യൂ കൊടുക്കണില്ല. ഈ ഫംഗ്ഷൻ ഹോയിസ്റ്റിംഗ്. ഫംഗ്ഷൻ ഹോയിസ്റ്റിംഗ് എന്ന് പറയുന്നത് ജാവാസ്ക്രിപ്റ്റ് മൂവ്സ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ ടു ദ ടോപ്പ് ഓഫ് ദി സ്കോപ്പ് ബിഫോർ കോഡ് റൺസ്. അതായത് കോഡ് റണ്ണ് ചെയ്യണേന് മുമ്പ് തന്നെ ഫംഗ്ഷൻ ഡിക്ലറേഷന് ഏറ്റവും ടോപ്പിലേക്ക് മൂവ് ചെയ്യുന്നു. കോഡ് റണ്ണ് ചെയ്യണേന് മുമ്പ് തന്നെ ടോപ്പിലേക്ക് ഫംഗ്ഷൻ ഡിക്ലറേഷന് മൂവ് ചെയ്യുന്നു. കോൾ ദം ഇവൻ ബിഫോർ ദേ ആർ ഡിഫൈൻഡ്. അതായത് ഡിഫൈൻ ചെയ്യണേന് മുമ്പ് തന്നെ നമ്മൾ അതിനെ കോള്, അപ്പൊ നമുക്ക് അതായത് ഫംഗ്ഷൻ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഡ് റൺ ചെയ്യണതിന് മുമ്പ് ഏറ്റവും മുകളിലേക്ക് മൂവ് ചെയ്യണ കാരണം നമുക്ക് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫംഗ്ഷനെ അത് ഡിഫൈൻ ചെയ്യണതിന് മുമ്പ് തന്നെ നമുക്ക് അതിനെ കോള് ചെയ്യാം, ആണ് അതിന്റെ പ്രത്യേകത. അപ്പൊ എങ്ങനെ നമ്മൾ ചെയ്താലും നമ്മൾ എന്താന്ന് വെച്ചാൽ ഫംഗ്ഷൻ ഡിക്ലറേഷൻ എപ്പോഴും ടോപ്പിലേക്ക് തന്നെ പോകും. ഫംഗ്ഷൻ ഡെഫിനിഷൻ അതാണ് പ്രത്യേകത. അതാണ് ഗ്രീറ്റ്, ഫംഗ്ഷൻ ഗ്രീറ്റ് ഇങ്ങനെ എഴുതിയാലും ഈ ഫംഗ്ഷൻ ഡിക്ലറേഷൻ എപ്പോഴും ടോപ്പിലേക്ക് പോകും. ഫംഗ്ഷൻ ഹോയിസ്റ്റഡ്, ഫംഗ്ഷൻ ഡിക്ലറേഷൻ ഹോയിസ്റ്റഡ് വിത്ത് ടോപ്പ് വിത്ത് ബോത്ത് ദ നെയിം ആൻഡ് ദി ഫംഗ്ഷൻ ബോഡി. ഫംഗ്ഷൻ ഡിക്ലറേഷൻ എങ്ങനെയാണ് ഹോയിസ്റ്റ് ചെയ്യുന്നത്? നെയിമും പിന്നെ ഫംഗ്ഷൻ ബോഡിയും ആയിട്ടാണ് ഹോയിസ്റ്റ് ചെയ്യുന്നത്. ദിസ് മീൻസ് ഫംഗ്ഷൻ ക്യാൻ ബി കോൾഡ് ബിഫോർ ഇറ്റ്സ് ഡെഫിനിഷൻ ഇൻ ദ കോഡ്. അതായത് നെയിമും ഫംഗ്ഷൻ ബോഡി ആയിട്ടാണ് ഫുള്ളായിട്ടാണ് ഹോയിസ്റ്റ് ചെയ്യുന്നത്. നെയിമും ഫംഗ്ഷൻ ബോഡി ആയിട്ടാണ് ഹോയിസ്റ്റ് ചെയ്യുന്നത്. ദിസ് മീൻസ് ഫംഗ്ഷൻ ക്യാൻ ബി, അപ്പൊ അങ്ങനെ ഹോയിസ്റ്റ് ചെയ്യും. ടോപ്പിലേക്ക് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് അതിനെ കോൾ ചെയ്യാനായിട്ട് പറ്റും. എക്സാമ്പിള് ഗ്രീറ്റ് വർക്ക്. അപ്പൊ ഗ്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ കോൾ ചെയ്യുമ്പോൾ പ്രിൻസ് ഹലോ. ജാവാസ്ക്രിപ്റ്റ് ട്രീറ്റ്സ് ഇറ്റ് ലൈക്ക് ഫംഗ്ഷൻ ഗ്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഡിക്ലറേഷൻ ഹോയിസ്റ്റഡ് കൺസോൾ ഡോട്ട് ലോഗ് ഹലോ എന്ന് പറഞ്ഞിട്ട് ഗ്രീറ്റ്. ഇതിനകത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ എക്സാമ്പിളിനകത്ത് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ശരിക്കും ട്രീറ്റ് ചെയ്യുന്ന ആദ്യമേ ഇതിനെ ഹോയിസ്റ്റ് ചെയ്യുന്നു. അപ്പൊ ഫംഗ്ഷൻ ഡിക്ലറേഷന് എന്താണ് ബോത്ത് ദ നെയിം ആൻഡ് ദ ബോഡി ഫുള്ളായിട്ട് എന്താ ടോപ്പിലേക്ക്, ഫംഗ്ഷൻ ഡെഫിനേഷൻ ഫുള്ളായിട്ട് ടോപ്പിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പൊ അത് കാരണം നമ്മൾക്ക് എവിടെ വേണമെങ്കിലും ഇതിനെ കോൾ ചെയ്യാം. എന്നിട്ട് എന്നാന്ന് വെച്ചാൽ കോൾ ചെയ്യണ സാധനം എപ്പോഴും അതിന്റെ താഴെയായിട്ടായിരിക്കും വരുന്നത്. But not function declaration are hoisted completely function declaration ആണ് ഈ full name plus body മേളിലേക്ക് hoist ചെയ്യുന്നു. the function expression അതാ var let const എന്ന് പറയുന്നത് same way name plus body full ആയിട്ട് hoist ചെയ്യുന്നില്ല, അതാണ് പ്രത്യേകത. function expression var let const using var let const are not hoisted the same way.